for you. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ഞാൻ എറണാകുളത്ത് അസീസിയ ഓർഗാനിക് ഫാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ ട്രിപ്പ് കപ്പിളിൻ്റെ കമ്മ്യൂണിറ്റി മീറ്റപ്പ് നടക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോണി A6400 എടുത്ത കാര്യം നിങ്ങളെല്ലാം വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിലെ ആദ്യത്തെ വ്ളോഗാണിത്. ഇത് ഞാൻ 4K ഷൂട്ട് ചെയ്യുന്നത്, 1080p 50 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ക്യാമറയുടെ കേപ്പബിലിറ്റീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു വ്ളോഗ് രീതി ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കിടിലൻ കാഴ്ച കണ്ടു. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് കാഴ്ച. നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. നമ്മൾ എറണാകുളത്തേക്കുള്ള റൂട്ടിൽ ഒരു കിടിലൻ വണ്ടി നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മളെ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ, വഴി കൂടെ പോയതാ. ഇതേ കണ്ടു. ഈ വണ്ടി ഒന്ന് അടുത്ത് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് കോട്ടയത്തുള്ള വണ്ടിയാണ്. ഞങ്ങൾ ഇപ്പോഴേ അത് കാണുന്നു ശരിക്കും. അപ്പോൾ നിങ്ങൾ ലംബോർഗിനിയൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വിൻ ഡീസൽ, പാവപ്പെട്ടവൻ്റെ വിൻ ഡീസലാണിത്. ജസ്റ്റിനെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആ പറയടാ. ഇതാണ് ഞങ്ങളുടെ ജസ്വിൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മെച്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് വേണേൽ പറയാം. ഞങ്ങളെല്ലാം പൊന്നു പോലെ നോക്കുന്നതും സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നതായിട്ടുള്ള, അതെ, ഞങ്ങളുടെ മൂത്താപ്പയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ പറയൂ. സ്കൂളിലെ ഇൻട്രോ പറയുന്ന പോലെ ഉണ്ട്. ആ പോട്ടെ, കണ്ടിന്യൂ. ബാക്കി പറ. ആ എന്നിട്ട് ബാക്കി അത്രേ ഉള്ളു. ഓക്കെ, ദിസ് ഈസ് മനുമോൻ പറയൂ. അതെ, മലയാളം ടെക്കിന്റെ ഒഫീഷ്യൽ മോഡലാണ്. നിങ്ങൾ ക്യാമറ സാമ്പിൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മോന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, അപ്പൊ മനുമോനെ എന്താണ് ചെയ്യുന്നത്, പരിപാടികളെല്ലാം പറ. എന്റെ പേര് മനീഷ. സുന്ദർ. ഞാനിപ്പോ വർക്ക് ചെയ്യാണ്. പിന്നെ പിന്നെ മലയാളം ടെക്കിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത ആളിലേക്ക് വരുവാണ്. ദിസ് ഈസ് കണ്ണം ബി എസ്. ഒന്നും കാണത്തില്ല, നീ ഇങ്ങോട്ട് നീങ്ങി നിന്ന്. ഇതാണ് കണ്ണം ബി എസ്. ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആപ്പിളിന്റെ ഫേസ് ID വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവന്റെ മുഖം വെച്ചാണ് എന്റെ ഫോൺ അൺലോക്ക് ആയിക്കൊണ്ടിരുന്നത്. കാണാ, ഹലോ, അവൻ പോയി, ബിസി. ഈ മുഖം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ? ഇവനെ അറിയാമോ ഇല്ലയോ? ഇവിടെ ഒരു പോൾ വരും. നിങ്ങൾ എത്ര പേർക്ക് ഇവനെ അറിയാമെന്നുള്ളത് കമന്റ് ചെയ്തറിയിക്കുക. ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ, ഇതാണ് ബോബി, മലയാളം ടെക്കിന്റെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. വയറൊന്നും കാണിക്കത്തില്ല, പുള്ളി ശ്വാസം പിടിച്ചാ നിൽക്കുന്നത്. ബോബി, ജസ്വിൻ, ഞങ്ങൾ രണ്ടും മീഡിയ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ബോബി എൻ്റെ സെയിം ക്ലാസ്സിലായിരുന്നു. ജസ്വിൻ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ അല്ലടാ? ആ അതെ, ഒന്നും മിണ്ടത്തില്ല കേട്ടോ, മിണ്ടായിരിക്കുന്നത് ആണ്. അപ്പം ഇവിടുത്തെ സെറ്റപ്പ് ഇത്രയാണ്. ഇനി നമുക്ക് ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഗായ്സ്, മീറ്റപ്പിൻ്റെ കാര്യമായിട്ടോ ഇവർ പറയുന്നത്. മലയാളം ടെക് ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ R15 ഉൾപ്പെടെ എല്ലാം പണയം വെക്കണമെന്നാണ് ഇപ്പോൾ ഇവർ ഇവിടെ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്.
നമ്മുടെ 2 വ്ളോഗേഴ്സിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മീറ്റപ്പ് ആയിരുന്നു ഇത്, നിങ്ങൾ നാട്ടിൽ വന്നിട്ട്. ഇതിനു മുമ്പ് ഒരു മീറ്റപ്പ് ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. 3 മീറ്റപ്പ് നടത്തിയിരുന്നു, 2 കേരളത്തിലും ദുബായിലും. ഒന്നിലും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ കുറച്ച് പേര് വരുള്ളൂ എന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ വിചാരിച്ചു കാരണം കൂടുതൽ പേര് വന്നു. രജിസ്റ്റർ ആക്ച്വലി 300 പേര് ചെയ്തായിരുന്നു. രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു രജിസ്റ്റർ ചെയ്ത് അത്ര പേര് വരില്ല എന്നുള്ളത്. എന്നാലും ഞാനൊരു 40-50 പേരൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ കുറച്ചും കൂടിയൊക്കെ 100-ക്കുള്ള ആൾക്കാരൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ നമ്മൾ ബുക്ക് ചെയ്തായിരുന്നത്. രജിസ്റ്റർ ചെയ്ത 100-ക്കുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്നത്തെ മീറ്റപ്പിന്. അപ്പോൾ സംഭവം ഉഷാറായിരുന്നു. ഞങ്ങളുടെ എങ്ങനെ ട്രിപ്പ് കപ്പിൾ തുടങ്ങിയതിനെ കുറിച്ചുള്ള അതിൻ്റെ ഒറിജിൻ മുതൽ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കണേന്നുള്ള സംഭവങ്ങൾ വരെ ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സീരീസുകളെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാവുന്നതായിരുന്നു. ഭയങ്കര സന്തോഷം. കുറേ ദൂരത്തു നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വന്ന് താമസിച്ചവരുണ്ടായിരുന്നു. കുറേ സർപ്രൈസ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇന്നലെ ഒരു പയ്യൻ വന്ന് ഇവിടെ സ്റ്റേ അടിച്ച് രാവിലെ മീറ്റപ്പിന് വന്നായിരുന്നു. പിന്നെ കണ്ണൂരിൻ്റെ ഒരു പയ്യൻ രാവിലെ 3 മണിക്ക് ഇന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്നിരുന്നു. അതൊക്കെയാണ് നമ്മുടെ പ്രഷ്യസ് മൊമെന്റ്സ്. അത്രയും സപ്പോർട്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. എൻ്റെ അമ്മയൊക്കെയാണ് ഇവിടെ വേറൊരു സർപ്രൈസ് ഒരുക്കി വെച്ചു. ഞങ്ങളിവിടെ ഇറങ്ങി നിന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒരു വണ്ടിക്കകത്ത് കയറ്റി ഇപ്പോൾ കൊണ്ടുവരാൻ ഓർഡർ ചെയ്ത പപ്സിനും ചായക്കും എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് മാറ്റി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ചെണ്ടമേളം അറേഞ്ച് ചെയ്തിരിക്കും. ഫ്ലവർ ഇട്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാത്ത പോലെയൊക്കെ നടന്നു. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എന്താ പറയാനുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇവന്റ്? എല്ലാരും ഹായ് പറ. ലിജോ ട്രിപ്പ് കപ്പിൾ പറയടാ. അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാരും കൂട്ടി ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിന് വലിയ കാര്യമായി. ഇനിയിപ്പോ ഞങ്ങളും കൂടി ഒന്ന് കൂടണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം വെച്ചാൽ ഇവര് എപ്പോഴും മീറ്റപ്പ് വെക്കും, ഇവര് കാണത്തില്ല. ഇവരെ നമ്മൾ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യാറാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം അവര് ഉണ്ടായിരുന്നു, ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഇപ്പൊ ഹാപ്പി ആയി, അടിപൊളി. എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല, നിങ്ങൾ എല്ലാവരും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഫാമിലിയിലേക്ക് തിരിച്ചു വന്ന ഒരു എക്സ്പീരിയൻസ് ആണല്ലേ? എൻ്റെ പേര് ഗ്ലെൻ. എല്ലാവരും കാണാൻ പറ്റിയതിന്റെ സന്തോഷം. അപ്പൊ സഞ്ജു ചേട്ടാ, എന്തോ പറയൂ. ഇന്ത്യയിൽ വന്നിട്ട് എന്നാ തോന്നുന്നത്? കുറെ നാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. ഞാൻ 4.5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരണത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന്റെ ആ ഒരു ഭാഗം അതൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മളൊന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പിടിച്ചു. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ, ഒരു മാറ്റം ഇല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാരും പഴയതുപോലെ തന്നെ. ഒന്നും 5 വർഷത്തിന്റെ ഒരു ചേഞ്ചും ആൾക്കാരിലും കാണാനില്ല, സ്ഥലങ്ങളിലും കാണാനില്ല, ഡെവലപ്മെന്റ് ഇല്ല എന്നല്ല ടൈം പറഞ്ഞേ. മെട്രോയിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല. ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ സ്പേസുകളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൾക്കാരും എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞങ്ങളുടെ ആന്റിമാര് അമ്മമാര് എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും. ആർക്കും വയസ്സൊന്നും ആയിട്ടില്ല. എല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. അടിപൊളിയാണ്. പേര് ബ്രൈജോ, ചാനലിന്റെ പേര് നമസ്തേ കേരള. അലങ്കാര മത്സ്യങ്ങളുടെ വീഡിയോസാണ് മൊത്തം. അപ്പോൾ അലങ്കാര മത്സ്യം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. ആ ഗപ്പികൾ, ഫൈറ്ററുകൾ, അരോണകൾ എല്ലാം ഉണ്ട്. മീൻകാരും ബ്രൈജോ. ഇവിടെ ഒരാള് കൈയൊക്കെ പണി കിട്ടി നിപ്പുണ്ട്. നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. സത്യ അഴിച്ചുപണി പറ, നിങ്ങളുടെ ഇൻസിഡന്റ് പറ, എന്നാ പറ്റിയതെന്ന് പറ. ഒന്നും പറ്റിയതല്ല, ചെറുതായിട്ടൊന്ന് വീണപ്പോഴത്തേക്കും കൈ കൊണ്ട് ഒരു കാര് കയറി പോയതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് വീഡിയോസ് കുറച്ച് കാലമായിട്ട് ഇടാത്തത്. അതെ, അല്ലാതെ മടി കൊണ്ടൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതെ, ഒന്ന് റിക്കവർ ആയതിനു ശേഷം പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സഞ്ജുനെ റിയനെ കാണാൻ വേണ്ടി തന്നെ ഇന്നും ഇങ്ങോട്ട് കൈക്ക് നീരായിട്ടും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. പറയൂ. എൻ്റെ പേര് ഷെറിൻ പോൾ, ഷെറിൻസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇപ്പോൾ ഓൾ കേരള ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, മലയാളി ടെക് കമോൺ. അവരനാണ് എല്ലാവർക്കും തന്നെ അറിയാം. അവരൊന്നും അല്ല, അതേ കമന്റ് ഒക്കെ എനിക്ക് വരാറുണ്ട്. എന്തായാലും നമ്മുടെ മലയാളം ടെക്കിനെ കണ്ടതിൽ വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒന്ന് തപ്പിയപ്പോൾ നടക്കുമായിരുന്നു. ഇങ്ങനെ കോട്ടയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കോട്ടയം താമസിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ല. അതാണ് എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ അവന്മാരെ എന്താണെന്ന് അറിയത്തില്ല, ഫുള്ള് ഇങ്ങനെ കോട്ടയം പിടിച്ചൊക്കെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ടെക് ഫാമിലിയുടെ ഏറ്റവും കിങ് ആയിട്ട് ഇരിക്കേണ്ട അജിത്തിന് എല്ലാവിധ ആശംസകളും. എല്ലായിട്ടും ഞങ്ങളുടെ ഗുരുവാണ്, ഓവറോൾ ഗുരു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും? കിടുക്കനായിരുന്നു. കാര്യം ഇതിനു മുന്നേ ഉള്ള 2 മീറ്റപ്പും നമ്മള് റൈഡിന്റെ ആണോ മീറ്റപ്പിന്റെ അല്ലേ? അപ്പൊ 2 ഇതെന്ന് വെച്ചാൽ ഇവരുടെ അഭാവത്തിലുള്ള സംഭവങ്ങളായിരുന്നു. തവണ ഇവരും കൂടി ഉള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടായി. അടിപൊളിയായിരുന്നു.
എടുക്കാനായിരുന്നു. പിന്നെ നിങ്ങളുടെ പോലുള്ള യൂട്യൂബേഴ്സ് എല്ലാവരുടെയും പ്രസൻസും അത്ര തന്നെ. ഇതെന്റെ വൈഫല്ല. അവരെ ആദ്യമായിട്ട് നേരിക്കണ്ട എക്സൈറ്റിലാണ് ഞങ്ങൾ രണ്ടുപേരും. ആണല്ലേ? നിങ്ങൾ കുറേ നാളായിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. അടിപൊളി. ഇത് നമ്മുടെ ലോങ് ടൈം ഫോളോവർ ആണ്. ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് മലയാളം ടെക്ക് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആളോട് നമുക്ക് അവനെ പറ്റി തന്നെ ചോദിക്കാം. എൻ്റെ പേര് സഫൽ. ഞാനിപ്പം മലയാളം ടെക്കിൻ്റെ കട്ട ഫാനാണ്. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞോടാ. ഫസ്റ്റാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്പം ട്രിപ്പ് കപ്പിളിൻ്റെ മീറ്റപ്പിന് വന്നപ്പോൾ മീറ്റ് ചെയ്തതാണ്. ഇപ്പം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. 3 മാസമായിട്ടേ ഉള്ളൂ. വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഇറ്റ്സ് മീ സഫൽ എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അജിത്തേട്ടൻ്റെ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഇൻസ്പയർഡ്. അതുകൊണ്ട് ഞാൻ ആ ക്വാളിറ്റിയിലേക്കൊക്കെ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ വരും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ട്സ് നെക്സ്റ്റ്? അടുത്തത് തിരിച്ച് നാട്ടിലോട്ട് യൂഎസിലോട്ട് 2 ദിവസത്തിനോട് തിരിച്ചു. ഇനിയും ചെറിയ കളികളില്ല, ഇനി വലിയ കളികൾ മാത്രം. റിയയ്ക്ക് ഗ്രീൻ കാർഡ് കിട്ടിയ സ്ഥിതിക്ക് അമേരിക്കയിൽ നിന്ന് പുറത്തെ കുറച്ച് യാത്രകൾ ചെയ്യണമെന്നുണ്ട്. ഞങ്ങളുടെ ഡ്രീം ട്രിപ്പായ നോർവേ, ഐസ്ലൻഡ് അവിടെയൊക്കെ കാണണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ ഇത്ര കാശ് പൊട്ടിച്ച് യാത്ര ചെയ്യാണ്ട് കുറച്ച് കാശ് ചുരുങ്ങിയ മാൾട്ട അങ്ങനത്തെ രാജ്യങ്ങളിലോട്ടൊക്കെ പോകണം. കുഞ്ഞു പ്രാഗ് പോലത്തെ സ്ഥലങ്ങൾ, ഭംഗിയുള്ള സ്ഥലങ്ങൾ പോയി കാണുന്നുണ്ട്. അവരുടെ ഹിസ്റ്ററിയൊക്കെ നമ്മുടെ ഓഡിയൻസിലോട്ട് ഷെയർ ചെയ്യണം. കുറച്ച് ലെസ് ട്രാവൽഡ് ആയിട്ടുള്ള വഴികൾ എടുക്കാനാണ്. പക്ഷെ ഇപ്പൊ അടുത്ത വരാൻ പോണ വീഡിയോ മിക്കവാറും ലണ്ടൻ ആയിരിക്കണം. പക്ഷേ ഒന്നല്ലെങ്കിൽ ലണ്ടൻ ട്രിപ്പായിരിക്കും. ലണ്ടൻ ട്രിപ്പ് ഞാൻ പോയി വന്നായിരുന്നു. അല്ലെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ആദ്യം ഈ കേരള സീരീസ് കുമരകത്തിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. കുമരകം വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോൾ അടുത്ത് വരാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ലണ്ടൻ സീരീസ് ആയിരിക്കും. അധികം ആൾക്കാർ കാണാത്ത കാഴ്ചകൾ കാണാം. അത് കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങളെ പറഞ്ഞു. കുമരകം എങ്ങനെ ഉണ്ടായിരുന്നു? കുമരകം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ സിനിമകളിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഹൗസ് ബോട്ടിൽ കയറണം. അതൊക്കെ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് അവിടെ ഞങ്ങൾ രാവിലെ ഉച്ചയപ്പോൾ കയറിയപ്പോൾ ഞങ്ങൾ സൺസെറ്റിന് അവിടെ കൂടിയാണ് വന്നത്. ഞങ്ങൾ ബോട്ട് ഓടിച്ചു. ഭയങ്കര സുന്ദരമായ ഒരു സൺസെറ്റ് കണ്ടു. എവിടെ തിരിഞ്ഞു നമ്മൾ ചുമ്മാ ഒരു ക്യാമറ തിരിച്ചിട്ട് എടുക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു എന്താ പറയുക പായൽ പോള വന്നിട്ട് അതുമ്പോൾ ഈ എന്താ പറയുക പൂക്കൾ വിരിഞ്ഞിട്ട് അവിടെ ഒരാൾ മീൻ പിടിക്കുന്ന ഒരു ഷോട്ട്. നമ്മൾ ഈ പടം വരയ്ക്കേണ്ട ടൈപ്പ് ഫ്രെയിമുകളാണ് കുമരകത്ത് എല്ലായിടത്തും കണ്ടത്. പിന്നെ ചുമ്മാ ഒരു വടി നിൽക്കണം, അതിന്റെ മുകളിൽ ഒരു കിളി. അതിന്റെ അപ്പുറത്താണെങ്കിൽ നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫ്ലവേഴ്സ് പല കളറിലായിട്ട് ബൊക്കയിലൊക്കെ എടുത്ത് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം നല്ല ഷോ. ഒരേ ഒരു വിഷമം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഡ്രോൺ പറത്താൻ പറ്റിയില്ല. ഡ്രോൺ പറത്തി, പക്ഷെ ക്യാമറ എന്താണ് വെയിറ്റ് കൂടിയ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ചെറിയ വിഷമം. ബാക്കിയെല്ലാം പകർത്തിയിട്ടുണ്ട്. ബാക്കി പകർത്ത് ഞങ്ങൾ എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് പോയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും അവിടെ കിട്ടുന്ന കരിമീനും അങ്ങനെയുള്ള എല്ലാ കരിമീൻ പൊള്ളിച്ചതും അതും ഇതൊക്കെ കുറേ അതെല്ലാം കഴിഞ്ഞ് അവസാനം കഴിയുമ്പോൾ ചെറിയ ഓൺ കേക്ക് എന്ന് പറഞ്ഞാൽ മലയാളം ടെക് മച്ചൻ്റെയും കൂട്ടുകാരുമായിട്ട് അവസാനം ഞങ്ങൾ അവിടെ കോട്ടയം ക്ലബ്ബിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതെ ഞങ്ങളെല്ലാവരെയും ഇവർ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പോയി ഞങ്ങൾക്ക് ഒരു ഉഗ്രൻ ട്രീറ്റ് തന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. ആദ്യത്തെ മീറ്റപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല കിടലിനായിരുന്നു തന്നെ പറയാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്താണ് ഇവിടെ വാങ്ങിയത്. രണ്ടാമത് വീണ്ടും ഞങ്ങൾ ഇവിടെ വെച്ച് കാണണം. ഈ മീറ്റപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ മീറ്റപ്പിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് തിരിച്ചുള്ള റെസ്പോൺസ് കിട്ടുകയാണല്ലോ. ചില സമയത്ത് മെസ്സേജ് വായിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് എന്താ പറയണേന്ന് മനസ്സിലാവത്തില്ല. ഇതിപ്പോൾ നമുക്ക് ആളെ കാണുന്നു, ഇന്നതാണ് എനിക്കിഷ്ടമായത്, ഇന്നതാണ് എനിക്ക് ഇഷ്ടമാവാത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെയായിരുന്നു ട്രിപ്പ് കപ്പിളിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾ ആരെങ്കിലും ട്രിപ്പ് കപ്പിൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ട്രാവൽ വീഡിയോസ് കാണാം. ക്വാളിറ്റിയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ആ ചാനലൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ മതി. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫാൻ ആവുമെന്ന് തന്നെ പറയാം. ഇവിടെ ഓൾറെഡി ഒരു ഫാൻ നിൽപ്പുണ്ട്, വലിയ ഫാൻ. ഒരു വീഡിയോ കണ്ട് ഫാനായ മനുഷ്യനാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു കിണ്ണം കാച്ചിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. ഞങ്ങൾ കുറെ നേരമായിട്ട് ലംബോർഗിനെ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ അവര് നോക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഈ എർട്ടിഗയിലൊക്കെ എന്തിനാണോ ഞങ്ങളെ ഫോളോ ചെയ്തത്. അല്ലാടാ ജസ്റ്റിനെ നീക്ക് ഞാൻ നടുക്ക്. ചേട്ടാ റോബോട്ട് ഇപ്പൊ വരൂ. നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സാധനം ക്ലിപ്പ് ചെയ്തിട്ടേ ഇതുപോലത്തെ ഒരുമിച്ച് വേണേ. ഇതുപോലെ ഞാൻ അപ്പം വെച്ചാൽ തുടങ്ങത്തുള്ളു. റെഡി 1 2 3 സ്റ്റാർ. അപ്പൊ ഇതുപോലെ കിണ്ണം കാച്ചി വീട് അപ്പം വേണം, അപ്പങ്ങളാ.
Wow.